നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണർക്കെതിരെ സുപ്രീം കോടതി. ഗവർണറുടെ നടപടി നിയമവിരുദ്ധമെന്ന് സുപ്രീം കോടതി നിരീക്ഷണം. വിവരങ്ങളുമായി അനുഷ ഭരതൻ ചേരുന്നു. അനുഷ, എന്തൊക്കെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ? കാളിദാസ്, തമിഴ്നാട് ഗവർണർ ആർ എൻ രവിക്കെതിരെയാണ് നിർണായകമായ ഒരു സുപ്രീം കോടതി വിധിയുണ്ടായിരിക്കുന്നത്. നിയമസഭ പാസാക്കിയ 10 ബില്ലുകളോളം തമിഴ്നാട് ഗവർണർ തടഞ്ഞു വെച്ചിരുന്നു. അത് പാസാക്കാതെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ തമിഴ്നാട് സർക്കാർ സമീപിക്കുകയും ഇപ്പോൾ അനുകൂല വിധി സമ്പാദിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞു വെക്കുകയായിരുന്നു തമിഴ്നാട് ഗവർണർ ചെയ്തത്. ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഇപ്പോൾ സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. ഭരണഘടനാ പ്രകാരം ഗവർണർക്ക് പ്രത്യേക സവിശേഷ അധികാരം, ഒരു വീറ്റോ പവർ നൽകുന്നില്ല ഇത്തരം ബില്ലുകൾ തടഞ്ഞു വയ്ക്കുന്നതിന് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം, പ്രതിപക്ഷം ഭരിക്കുന്ന പല സംസ്ഥാനങ്ങൾക്കും സുപ്രീം കോടതിയുടെ ഈ വിധി കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ബാധകമാണ്. പ്രധാനമായും BJP ഭരണത്തിലിരിക്കും അല്ലെങ്കിൽ NDA ഭരണം അല്ലാത്ത സംസ്ഥാനങ്ങൾക്ക് ഈ ഗവർണറും ഗവർണറും സംസ്ഥാന അല്ലെങ്കിൽ നിയമസഭ മന്ത്രിസഭയും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. ഇത് ഇല്ലാതാക്കാനുള്ള ഒരു സുപ്രധാന വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. 10 ബില്ലുകളോളമാണ് ഈ തമിഴ്നാട് ഗവർണറായ ആർ എൻ രവി തടഞ്ഞു വെച്ചത്. ഈ ബില്ലുകൾ അദ്ദേഹം പാസ്സാക്കിയില്ല, രാഷ്ട്രപതിക്ക് വിടുകയാണ് ചെയ്തത്. ഏറെ നാൾ തടഞ്ഞു വെച്ച ശേഷമാണ് ഇത് രാഷ്ട്രപതിക്ക് വിട്ടത്. ഈ രാഷ്ട്രപതിയുടെ അധികാരത്തിൽ നിന്നും ഗവർണറുടെ അധികാരം ഭരണഘടനാപരമായി ഏറെ മാറ്റമുള്ളതാണ്. ഇതിൽ പ്രധാനമായും ഒരു ബില്ല് നിയമസഭ പാസാക്കിയതിനു ശേഷം ഗവർണർക്ക് മുന്നിലേക്ക് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായ നടപടി അല്ലെങ്കിൽ ഭരണഘടന അനുശാസിക്കുന്ന നടപടി പ്രകാരം ഒന്നുകിൽ ഗവർണർക്ക് ആ ബില്ല് ഒപ്പുവെച്ച് അത് നിയമമാക്കാം, അല്ലാത്ത പക്ഷം ആ ബില്ല് തിരിച്ച് നിയമസഭയിലേക്ക് തന്നെ തിരിച്ചയക്കാം. അത്തരത്തിലൊരു ബില്ല് തിരിച്ചയക്കുകയാണെങ്കിൽ വീണ്ടും സഭ പാസാക്കി ബില്ല് വീണ്ടും ഗവർണർക്ക് അരികിലേക്ക് എത്തുകയാണെങ്കിൽ നിർബന്ധമായും ഗവർണർ ആ ബില്ലിൽ ഒപ്പുവെക്കണമെന്നാണ് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി ഈ ബില്ല് അദ്ദേഹം ഒപ്പുവെച്ചില്ല എങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാനുള്ള ഒരു പ്രൊവിഷനും കൂടി ഈ ഭരണഘടനാപരമായി ഉണ്ട്. എന്നാൽ ഇതൊന്നും ചെയ്യാതെ അനിശ്ചിതകാലമായി ഒരു ബില്ല്, തൻ്റെ മുന്നിലെത്തുന്ന ഒരു ബില്ല് തടഞ്ഞു വെക്കുകയും ശേഷം ആ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുകയുമാണ് തമിഴ്നാട് ഗവർണർ ചെയ്തത്. ഇത്തരത്തിലൊരു സവിശേഷ വീറ്റോ അധികാരം ഗവർണർക്കില്ല. ഭരണഘടന അത്തരം ഒരു അധികാരം നൽകുന്നില്ല എന്നുമാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാരിന് നൽകിയ ആ ഒരു ഹർജിയിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും 10 ബില്ലുകളോളം പെൻഡിങ് വെച്ചു, 10 ബില്ലുകൾ അനിശ്ചിതകാലമായി വൈകിപ്പിച്ചു. തുടർന്ന് ഈ വൈകിപ്പിക്കലിന് ശേഷം അത് രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ വൈകിപ്പിച്ച ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാൻ യാതൊരുവിധ അധികാരവും ഗവർണർക്ക് ഭരണഘടന നൽകുന്നില്ല. അത്തരത്തിലുള്ള ബില്ലുകൾ അയക്കുകയാണെങ്കിൽ ആ ബില്ലുകൾ സ്ക്രാപ്പ് ചെയ്യാൻ മാത്രം, അല്ലെങ്കിൽ ആ ബില്ലുകൾ പിന്നെ നിയമമാകാനോ അല്ലെങ്കിൽ തിരിച്ചയക്കാനോ ഉള്ള നടപടികളില്ല എന്നുമാണ് ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബില്ലുകളെല്ലാം തീർപ്പാക്കാൻ പരമാവധി 3 മാസം ഇപ്പോൾ സുപ്രീം കോടതി തമിഴ്നാട് ഗവർണർക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രധാനമായും ചില നിർദ്ദേശങ്ങൾ കൂടി സുപ്രീം കോടതി ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന പല ഗവർണർമാർക്കും ഇത് ബാധകമാണ്. പ്രതിപക്ഷം ഭരിക്കുന്ന പല ഗവർണർമാർക്കും ബാധകമായ ഒരു കാര്യമാണ്. ഗവർണർ മന്ത്രിസഭയുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ മന്ത്രിസഭ പറയുന്നതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. ഒപ്പം ബില്ല് അനിശ്ചിതകാലം ഒരു ബില്ല് നീട്ടാൻ ഗവർണർക്ക് യാതൊരുവിധ അധികാരവും നൽകുന്നില്ല എന്നും ഇപ്പോൾ സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. കാളിദാസ്, അനുഷ, എന്തായാലും 10 ബില്ലുകൾ വൈകിപ്പിച്ചു എന്നുള്ളൊരു കണ്ടെത്തലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും എന്തായാലും വന്നിരിക്കുന്നത്. നിരീക്ഷണങ്ങൾ മാത്രമാണോ, അല്ലെങ്കിൽ നിർദ്ദേശത്തിൽ മാത്രം ഒതുങ്ങുമോ, അതല്ലെങ്കിൽ നടപടി ഉണ്ടാകുമോ? തീർച്ചയായും സുപ്രീം കോടതി ഒരു നടപടി തന്നെയാണ്. കാരണം 10 ബില്ലുകളോളമാണ് തമിഴ്നാട് സർക്കാർ നിയമസഭയിൽ പാസാക്കിയ ബില്ലുകളാണ് തമിഴ്നാട് ഗവർണർ ആർ എൻ രവി പെൻഡിങ് വെച്ചത്. ഇത് കേരളത്തിൽ ഉണ്ടായതുപോലെ തന്നെ തമിഴ്നാട് ഗവർണറും തമിഴ്നാട് സർക്കാരും നിരന്തരം ഈ ഒരു ബില്ലുകളുടെ കാര്യത്തിലും നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഈ ബില്ലുകൾ പെൻഡിങ് വെച്ച് ഈ ബില്ലുകളൊന്നും നിയമമാകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തമിഴ്നാട് ഗവർണറിന് മറ്റു വഴികളില്ലാതെ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു നിർണായക വിധി തമിഴ്നാട് സർക്കാരിനെ അല്ലെങ്കിൽ തമിഴ്നാട് ഗവർണറിനെ മാത്രമല്ല ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഗവർണർ സർക്കാർ പോരൊരു സ്ഥിര വിഷയമാണ്. ഇതിനെല്ലാം കൂടി ഒരു പരിഹാരം എന്ന നിലയിലാണ് ഇപ്പോൾ ഒരു നിർണായകമായ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ബില്ലുകൾ പരിഗണിച്ച് നിയമമാക്കാവുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ അത് 3 മാസത്തിനകം ഇവയെല്ലാം തീർപ്പാക്കണമെന്ന കർശന നിർദ്ദേശം കൂടി തമിഴ്നാടിന് കൈമാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു,
ഒരു ബില്ല് നിയമസഭ പാസ്സാക്കി ഗവർണർക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അത് നിർബന്ധമായും ആ ഗവർണർ അത് ഒപ്പിടാം, ഇല്ലെങ്കിൽ അതല്ല ഇനി ഒപ്പിടുന്നില്ല എങ്കിൽ അത് പരിഗണനയ്ക്ക് വേണ്ടി തിരിച്ച് വീണ്ടും നിയമസഭയിലേക്ക് അയക്കുകയാണെങ്കിൽ ആ ബില്ല് വീണ്ടും പാസ്സാക്കി നിയമസഭ അതേ ബില്ല് യാതൊരു മാറ്റവും ഇല്ലാതെ തന്നെ പാസ്സാക്കുകയാണെങ്കിൽ തീർച്ചയായും ഗവർണർ ആ ബില്ലിന് ഒപ്പിട്ടേ മതിയാകൂ എന്നാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത്, ഭരണഘടന അനുശാസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണി ബില്ല് ഒഴിച്ച് മറ്റു ബില്ലുകൾക്കൊക്കെ ഈ ഒരു പ്രൊവിഷനാണ് ഉള്ളത്. ഇനി അഥവാ ഈ ഒരു ബില്ല് രാഷ്ട്രപതിക്ക് അയക്കാൻ ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്ക് അയക്കുകയാണെങ്കിൽ അത് തടഞ്ഞു വെച്ച് ഗവർണറുടെ ഇഷ്ടത്തിന് പിന്നീട് ഒരുപാട് ദിവസം അല്ലെങ്കിൽ നിരവധി നാളുകൾ കഴിഞ്ഞതിന് ശേഷം അയക്കാനുള്ള പ്രൊവിഷനൊന്നും ഭരണഘടന നൽകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിധി വളരെയധികം നിർണായകമാണ്. ഒപ്പം തന്നെ ഇനി 3 മാസത്തിനകം ഈ നിലവിൽ തമിഴ്നാട് നിയമസഭയുടെ കീഴിൽ പെൻഡിംഗ് ഉള്ള 10 ബില്ലുകളോളം തീർപ്പാക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് കാളിദാസ്. ശരി, തമിഴ്നാട് ഗവർണറുടെ നടപടി നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് സുപ്രീം കോടതി. കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ 3 മാസത്തിനകം വൈകിപ്പിച്ച ബില്ലുകളിൽ ഒരു തീരുമാനമുണ്ടാക്കണമെന്നും കൂടി